ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിനെ നടുക്കിയ കൂട്ടക്കൊലയുടെ ചുരുളഴിച്ച് പോലീസ്. 4 അംഗ കുടുംബത്തെ കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. സ്വത്തുക്കൾ കൈക്കലാക്കാൻ മാതാപിതാക്കളെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത് മകൻ അഭിഷേകാണെന്ന് പ്രതി മൊഴി നൽകി. കൊലപാതകത്തിന് ശേഷം കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തിൽ അഭിഷേകിനെ തലക്കിടിച്ച് കൊല്ലുകയായിരുന്നുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. സ്വർണം കൈക്കലാക്കാൻ ഒരു യുവാവ് നടത്തിയ ക്രൂരതയുടെ കഥയാണ് പ്രയാഗ്രാജ് കൂട്ടക്കൊലക്കേസിന്റെ അന്വേഷണത്തിലൂടെ പുറത്തുവരുന്നത്. സിനിമാ കഥകളെ പോലും വെല്ലും സണ്ണി എന്ന യുവാവ് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ക്രൂര കൊലപാതകങ്ങളുടെ കഥ. പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് പ്രദേശവാസികൾ പോലീസിനെ വിവരമറിയിച്ചത്. വാതിൽ തകർത്ത് അകത്ത് കടന്ന പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കിടപ്പുമുറിയിലെ കട്ടിലിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ വ്യവസായി വീരേന്ദ്ര വൈശ്യയുടെയും ഭാര്യ അനിതയുടെയും മൃതദേഹങ്ങൾ. സമീപത്ത് തല തകർന്ന നിലയിൽ മകൾ മീനാക്ഷിയുടെ മൃതദേഹം. ആദ്യഘട്ടത്തിൽ വീട്ടിൽ നിന്ന് കാണാതായ 40-കാരനായ മകൻ അഭിഷേക് വൈശ്യയാണ് ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കഥയാകെ മാറിയത്. വീടിന് സമീപം പൂട്ടിക്കിടന്ന കടയ്ക്കുള്ളിൽ നിന്ന് രക്തത്തിൽ കുളിച്ച നിലയിൽ അഭിഷേകിന്റെ മൃതദേഹവും പോലീസ് കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ മാർക്കറ്റിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് അരിച്ചുപെറുക്കി. ഇതോടെ പോലീസിന് കേസിലെ നിർണായക തെളിവ് ലഭിച്ചു. കൊലപാതകം നടന്ന രാത്രിയിൽ കൊല്ലപ്പെട്ട വീരേന്ദ്രയുടെ വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ സംശയാസ്പദമായ രീതിയിൽ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട്. വസ്ത്രം വീരേന്ദ്രയുടേതാണെങ്കിലും നടപ്പും ഭാവവും മറ്റൊരാളുടേതായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ പോലീസ് അയാളെ തിരിച്ചറിഞ്ഞു. അതേ മാർക്കറ്റിൽ പലഹാരക്കട നടത്തുന്ന അഭിഷേകിന്റെ അടുത്ത സുഹൃത്ത് സണ്ണി ഗുപ്തയായിരുന്നു അത്. അന്വേഷണത്തിനൊടുവിൽ ഒളിത്താവളത്തിൽ നിന്നും സണ്ണിയെ പോലീസ് വലയിലാക്കി. ചോദ്യം ചെയ്യലിൽ സണ്ണി കുറ്റം സമ്മതിച്ചു. ചെയ്ത ക്രൂരതകൾ യാതൊരു ഭാവഭേദവുമില്ലാതെ വിവരിച്ചു. മെയ് 31-ന് അഭിഷേകിന്റെ കടയിലിരുന്ന് ഇരുവരും ഒന്നിച്ചു മദ്യപിക്കുകയായിരുന്നു. കനത്ത കടബാധ്യതയിലായിരുന്ന അഭിഷേക് ഒടുവിൽ സ്വത്തുക്കൾ കൈക്കലാക്കാൻ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും വകവരുത്താൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ കൃത്യം നടത്താൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ഇരുവർക്കു മുന്നിൽ ആദ്യം പെട്ടത് സഹോദരി മീനാക്ഷിയാണ്. കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് മീനാക്ഷിയുടെ തല അടിച്ചു തകർത്തു. പിന്നാലെ കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്ന മാതാപിതാക്കളെയും ഇരുവരും ചേർന്ന് അടിച്ചു കൊന്നു. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന കിലോ കണക്കിന് സ്വർണ്ണാഭരണങ്ങളുമായി ഇരുവരും താഴെയുള്ള അഭിഷേകിന്റെ കടയിലെത്തി. സ്വർണ്ണാഭരണങ്ങൾ ഇരുവരും വീതം വയ്ക്കാൻ തുടങ്ങി. ലഭിച്ച സ്വർണത്തിന്റെ 1/4 ഭാഗവും തനിക്ക് വേണമെന്ന് സണ്ണി ആവശ്യപ്പെട്ടതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഒടുവിൽ കൊല നടത്താൻ ഉപയോഗിച്ച അതേ ഇരുമ്പ് പൈപ്പെടുത്ത് സണ്ണി അഭിഷേകിന്റെ തലയടിച്ച് തകർക്കുകയായിരുന്നു. തുടർന്ന് ചോര പുരണ്ട വസ്ത്രങ്ങൾ മാറി വീരേന്ദ്രയുടെ വസ്ത്രങ്ങളും അണിഞ്ഞ് സ്വർണം തന്റെ കടയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് സണ്ണി സ്ഥലം വിടുകയായിരുന്നു. സണ്ണിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.